നമ്മുടെ അടുത്ത എക്സ്പെരിമെൻ്റാണ് ടെസ്റ്റിംഗ് ഓഫ് കമ്പോണൻസ്. അപ്പോൾ കമ്പോണൻസ് എല്ലാം നോർമലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്റർ വെച്ചാണ്. മൾട്ടിമീറ്ററിൻ്റെ ഫെമിലറൈസേഷൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു മൾട്ടിമീറ്ററാണ്. ഞാൻ ഫെമിലറൈസ് ചെയ്തത് വേറൊരെണ്ണമാണ്. ഇതിൽ വ്യത്യാസം AC കറണ്ട് മെഷർ ചെയ്യാം, അതുപോലെ കപ്പാസിറ്റൻസും ഇതിൽ മെഷർ ചെയ്യാം എത്രയാണെന്ന്. അപ്പം ഞാൻ ഇതിനു മുമ്പ് കാണിച്ച മൾട്ടിമീറ്ററിൽ AC കറണ്ടും ഇല്ല, കപ്പാസിറ്റൻസും മെഷർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇതിൽ AC കറണ്ടിൻ്റെ ഒരു പോർഷൻ ഇതാണ്. ആ പോർഷനിൽ തന്നെയാണ് കപ്പാസിറ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുന്നത്. ഇത് രണ്ടിനും ഒരേ പോർഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അവിടെ 200 മൈക്രോഫാരഡും 2 മില്ലി മൈക്രോഫാരഡും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ AC-യുടെ 20 ആംപിയർ വരെ AC കറണ്ട് 20 ആംപിയറിൻ്റെ ഒരു റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് AC കറണ്ടും ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം റെസിസ്റ്റൻസ്, DC വോൾട്ട്, AC വോൾട്ട്, DC കറണ്ട് ഇത്രയും പഴയ മീറ്ററിൽ സെയിം ആണ്. പിന്നെ ഇതിൻ്റെ ഓഫ് പൊസിഷൻ ഇവിടെയാണ്. അപ്പം നമ്മൾ ആദ്യമേ ഞാനിതിൽ ചെക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യാനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഈ പോയിൻ്റ് റെസിസ്റ്റൻസിൻ്റെ റേഞ്ചിലേക്ക് ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ഇടുക. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അറിയത്തില്ല. അപ്പോൾ വാല്യൂ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു റേഞ്ചിലിടുക. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പം മീറ്ററിൻ്റെ പ്രോബ് അതിന് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നുമില്ല. പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് എവിടെ വേണേലും മെഷർ ചെയ്യാം. പിന്നെ ഞാൻ ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാണ്. ഇത് എത്രയാണെന്ന് 47.5 ആണ് റീഡിങ് കാണിക്കുന്നത്. 47.5 എന്ന് പറഞ്ഞാൽ 47Kയുടെ റെസിസ്റ്ററാണ്. ബാക്കി അതിൻ്റെ ടോളറൻസ് ആണ്. ±5% ടോളറൻസ് പോകാം. 47.89 അത്ര, അത് പോയിന്റ് കുറച്ചങ്ങ് വേരി ചെയ്തുകൊണ്ടിരിക്കും. 47K എന്നുള്ള വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്തെടുക്കാം. ഇനി വേറൊരു റെസിസ്റ്റൻസ് കൂടെ നോക്കാം. 0.96 ആണ് ഇപ്പോൾ റേഞ്ച് ഇത് റീഡിങ് കാണിക്കുന്നത്. 0.96 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന 20Kയുടെ വാല്യൂവിലാണ്. 20K റേഞ്ചിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 0.96 കാണിച്ചു. 0.96 എന്ന് പറഞ്ഞാൽ 1K ആണ്. അതായത് ഏകദേശം 1000 ohm ആണ്. ഇനി നമുക്ക് ഒന്നുകൂടെ റേഞ്ച് കുറച്ച് നോക്കാം. കുറച്ചുകൂടെ കറക്റ്റായിട്ട് റീഡിങ് കിട്ടുമെന്നറിയാം. ഇതുണ്ടോ 0.924 2K റേഞ്ചിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മൾ റേഞ്ച് കുറച്ച് കൊണ്ടിരുന്നത്. ഇനി ഇത് 200 ഓമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യാറ്, കാരണം അതിൽ കൂടുതൽ ഓമുണ്ട്. ഇത് കണ്ടോ. ഇനി ഒരെണ്ണം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും 2Kയിൽ ഇത് റീഡ് ചെയ്യുന്നില്ല. ഇപ്പം 20K ഞാൻ കൊടുത്തു, 20Kയിൽ റീഡ് ചെയ്യുന്നില്ല. ഇനി 200Kയിലിട്ടപ്പോൾ ഇത് റീഡ് ചെയ്യുന്നുണ്ട്. 52 കിലോമാണ് കാണിക്കുന്നത്. 52 കിലോ എന്ന് പറഞ്ഞാൽ 56K ആണ്. അതിൻ്റെ ±5% ടോളറൻസിലാണ് ഈ റീഡിങ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു ഡയോഡാണ്. ഡയോഡ് ഞാൻ ചെക്ക് ചെയ്യാണ്. ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് ഇത് റെസിസ്റ്ററിൻ്റെ ഇതിൽ തന്നെ ഡയോഡിൻ്റെ ഒരു സിമ്പൽ കൊടുത്തുകൊണ്ട് ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കാണിച്ചിരുന്നു. ഉണ്ട്, ഡയോഡിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് നമുക്ക് ഡയോഡ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് ഈ പൊസിഷൻ ഡയോഡിലേക്ക്, റേഞ്ചിൻ്റെ സ്വിച്ച് നമുക്ക് ഡയോഡിൻ്റെ പൊസിഷനിലേക്ക് മാറ്റാം. ഇനി ഡയോഡ് ചെക്ക് ചെയ്യാനായിട്ട് ഡയോഡിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിൽ ഞാൻ ഇതിന് പ്രാവശ്യം മുമ്പ് കമ്പോണൻറ്റ് ഫെമിലറൈസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു ഒരു സിൽവർ റിംഗ് ഉണ്ട് ഇവിടെ. ആ സിൽവർ റിംഗ് ഉള്ള സൈഡ് കാഥോഡ്, ഓപ്പോസിറ്റ് സൈഡ് ആനോഡ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ആനോഡിലും നെഗറ്റീവ് കേബിൾ കാഥോഡിലും കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ മീറ്ററിൻ്റെ സപ്ലൈ വോൾട്ടേജ് എടുത്തിട്ട് ഇതിൻ്റെ ഫോർവേഡ് കണ്ടക്റ്റിംഗ് വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത്. 0.430 അത്രയും വോൾട്ടേജാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കണ്ടക്റ്റിംഗ് വോൾട്ടേജ് ഡയോഡിൻ്റെ സിലിക്കണിൻ്റെ 0.7 ആണ്. 0.7 എന്ന് പറഞ്ഞാൽ 0.4 തൊട്ട് ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അത് കണ്ടക്ട് ചെയ്ത് 0.7 ആകുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് റീജിയൻ എത്തും, കട്ട് ഓഫ് വോൾട്ടേജ് എത്തും. അതുകൊണ്ടാണ് കട്ട് ഓഫ് വോൾട്ടേജ് 0.7 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര കൂട്ടി കൊടുത്താലും അതിന് എക്രോസ് ആയിട്ട് 0.7 വോൾട്ടേജ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മീറ്ററിൽ നിന്നുള്ള സപ്ലൈ എടുത്താണ് ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ ഇത് കണ്ടക്ട് ചെയ്യല. ഫോർവേഡ് ബയാസ് കണക്ട് ചെയ്തപ്പം 0.430 കിട്ടി. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ഡയോഡ് ഗുഡ് കണ്ടീഷനാണ്, വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ ഇതിൽ എന്തെങ്കിലും റീഡിംഗ് കാണിക്കുമോ? ഫോർവേഡ് ബയാസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 0.4നും 0.7നും ഇടയ്ക്കുള്ള റീഡിംഗ് കിട്ടിയില്ലെങ്കിലും ഡയോഡ് ഡാമേജ് ആണ്. ഇനി 0 ആണെങ്കിൽ ഷോർട്ടാണ്,
അങ്ങോട്ട് ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഓപ്പണുമാണ്. അങ്ങനെ ഈ ഡയോഡ് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തത് ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ കമ്പോണൻസ് ഫെമിലറൈസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു ബേസ് എമിറ്റർ കളക്ടർ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. ഈ ട്രാൻസിസ്റ്ററിന് ഇവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഒരു പഹം നിപ്പുണ്ട്. അവിടുന്ന് എമിറ്റർ ബേസ് കളക്ടർ ക്ലോക്ക് വൈസ് എമിറ്റർ ബേസ് കളക്ടറാണ് വരുന്നത്. നോർമലി അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിന് ഈ ഡയോഡിലിട്ട് തന്നെയാണ് ട്രാൻസിസ്റ്റർ ഇപ്പം ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ 2 ഡയോഡാണ്. അപ്പോൾ അതിൻ്റെ ഡയോഡ് ആക്ഷൻ ചെക്ക് ചെയ്താൽ മതി. ബേസ് ടു എമിറ്ററും ബേസ് ടു കളക്ടറും ഡയോഡ് ആക്ഷൻ നമുക്ക് കിട്ടിയാൽ മതി. ഡയോഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് കണ്ടക്ട് ചെയ്ത് 0.7 വോൾട്ട് അടുത്ത് കിട്ടണം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് NPN ആണോ PNP ആണോ നമുക്ക് അറിയത്തില്ല. NPN ആണെങ്കിൽ ബേസ് പോസിറ്റീവ് ആയിരിക്കും, PNP ആണെങ്കിൽ ബേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ബേസിൽ പോസിറ്റീവ് കൊടുത്ത് നോക്കുകയാണ് NPN ആണോ PNP ആണോ എന്ന് അറിയാൻ വേണ്ടി. ബേസിൽ പോസിറ്റീവ് കൊടുത്തിട്ട് ബേസ് ടു എമിറ്റർ കൊടുത്തപ്പോൾ 0.4 കിട്ടുന്നുണ്ട്. ബേസ് ടു കളക്ടർ കൊടുത്തപ്പോഴും 0.4 വോൾട്ടേജ് ഫോർവേഡ് ബയാസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയാസിൽ വർക്കിംഗ് ആണ്. ഇനി റിവേഴ്സ് ബയാസിൽ നോക്കുമ്പോൾ ഒന്നും കിട്ടരുത്, ഓപ്പൺ ആയിരിക്കണം. റിവേഴ്സ് ബയാസിൽ ബേസ് ടു എമിറ്ററും ബേസ് ടു കളക്ടറും ഓപ്പൺ ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനുള്ള വേറെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ HFE വാല്യൂ നോക്കാൻ. അപ്പോൾ HFE വാല്യൂ നോക്കുന്നത് നമ്മൾ ഇവിടെയാണ്. അതിൻ്റെ ഒരു HFE എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് HFE. അപ്പോൾ ട്രാൻസിസ്റ്റർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള 2 സോക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സോക്കറ്റ് ട്രാൻസിസ്റ്റർ ഇൻസേർട്ട് ചെയ്താൽ മതി. അതുപോലെ ഇതിന് എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ള എമിറ്റർ ബേസ് കളക്ടർ, വീണ്ടും എമിറ്റർ 4 ഹോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെക്കാൻ ഏതെങ്കിലും സൈഡിൽ നിന്നാണോ വെക്കാനല്ല, അങ്ങേയറ്റത്തെയും ഇങ്ങേയറ്റത്തെയും എമിറ്റർ തന്നെയാണ്. അപ്പോൾ അത് ഇന്റേണലി ഷോർട്ടാണ്. ഇവിടെ അതുപോലെ തന്നെ എമിറ്റർ ബേസ് കളക്ടർ എമിറ്റർ അങ്ങനെയാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ചിലത് ഈ പൊസിഷനിലാണ് എമിറ്റർ എങ്കിൽ ചിലതിൻ്റെ ഈ പൊസിഷനിലായിരിക്കും എമിറ്റർ. അപ്പോൾ അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 4-pin സോക്കറ്റ് കൊടുത്തിട്ട് ഇന്റേണലി ആ എമിറ്ററിൻ്റെ 2 എമിറ്ററിൻ്റെ പോയിന്റും ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ ട്രാൻസിസ്റ്റർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ HFE നോക്കാം. അപ്പോൾ അത് നമ്മൾ എമിറ്റർ ബേസ് കളക്ടർ എന്നുള്ള രീതിയിൽ ട്രാൻസിസ്റ്റർ ഈ സോക്കറ്റിലേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ HFE വാല്യൂ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ HFE 450 അറൗണ്ട് 450 കാണിക്കുന്നുണ്ട്. അപ്പം ഇത് BC107 എന്ന് പറഞ്ഞൊരു ട്രാൻസിസ്റ്ററാണ്. BC107ൻ്റെ HFE എന്ന് പറഞ്ഞാൽ എബോവ് 350 ആയിരിക്കണം. അപ്പം ഇതിൻ്റെ HFE റീഡിങ് കാണിക്കുന്ന എബോവ് 350 ആണ്. എബോവ് 350 എന്ന് പറഞ്ഞാൽ ഏകദേശം 900 വരെ ഈ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്. അപ്പം അതിൻ്റെ HFE നോക്കുമ്പോൾ നമ്മൾ വാല്യൂ HFE എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ നമ്പർ ട്രാൻസിസ്റ്ററിനും ഓരോ സ്പെസിഫൈഡ് HFE ഉണ്ട്. അപ്പോൾ HFE എത്രയാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ആ നമ്പർ ട്രാൻസിസ്റ്ററിൽ നിന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ HFE വാല്യൂ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ HFEയുടെ ഒരു റേഞ്ചാണ്. ഇപ്പോൾ 350 to 900 വരെ BC107 HFE കിട്ടുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ HFE ഓക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡയോഡ് ആക്ഷൻ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. HFE അറിയില്ലെങ്കിൽ ഡയോഡ് ആക്ഷൻ ചെക്ക് ചെയ്ത് ട്രാൻസിസ്റ്റർ നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇനി ഇതൊരു LED ആണ്. ഇപ്പോൾ LED നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് LED ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ഡയോഡിൻ്റെ പൊസിഷനിലേക്ക് തന്നെ ഇടാം. LED-ക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ ലീഡിൻ്റെ നീളം കൂടിയ ലീഡ് പോസിറ്റീവും നീളം കുറഞ്ഞ ലീഡ് നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് മീറ്ററിൻ്റെ പോസിറ്റീവ് നീളമുള്ളതിലേക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതുണ്ടോ LED തെളിയുന്നുണ്ട്. അപ്പോൾ ഈ മീറ്ററിൻ്റെ സപ്ലൈ എടുത്താണ് LED-യുടെ കണ്ടക്റ്റിംഗ് വോൾട്ടേജ് കിട്ടി LED ഗ്ലോ ചെയ്യുന്നത്. ഉണ്ടോ? റിവേഴ്സ് ബയാസിൽ LED ഗ്ലോ ചെയ്യല. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മീറ്റർ ഇല്ലെങ്കിൽ ഒരു ബാറ്ററി എന്ന് കൊടുത്തിട്ടാണെങ്കിലും LED വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നോക്കാം. 1.5-ൻ്റെ ഒരു ബാറ്ററി കൊടുത്താൽ മതി. ഇതിന് മിനിമം LED-ക്ക് കണ്ടക്റ്റിംഗ് വോൾട്ടേജ് 0.8 0.9 ഒക്കെയാണ്. അപ്പോൾ അതിന് മുകളിലോട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ LED ഗ്ലോ ചെയ്യും. അപ്പോൾ 1.5-ൻ്റെ ഒരു ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് LED ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ LED നമ്മൾ കൂടുതൽ നേരം
തെളിഞ്ഞ് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ LED ഇങ്ങനെ ചെക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് LED കത്തിപ്പോവും. നമ്മൾ പവർ സപ്ലൈയിൽ നിന്നൊക്കെ നേരിട്ട് കൊടുത്താൽ, ബാറ്ററിയിൽ നിന്നോ മൾട്ടിമീറ്ററിൽ നിന്നോ കൊടുത്താൽ കുഴപ്പമില്ല. പവർ സപ്ലൈയിൽ നമ്മൾ നേരിട്ട് കൊടുക്കുമ്പം ഒരു റെസിസ്റ്റർ വഴി ഈ LED സപ്ലൈ കൊടുത്തില്ലെങ്കിൽ LED പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഓൺ ആക്കുന്ന സമയത്ത് ഗ്ലോ ചെയ്താലും വിത്തിൻ സെക്കൻഡ്സ് LED ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. കാരണം പവർ സപ്ലൈയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള ഹൈ കറണ്ട് ഫ്ലോ കൊണ്ടാണ് LED ഡാമേജ് ആകുന്നത്. അങ്ങനെയുള്ള പവർ സപ്ലൈയിൽ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ LED ഏതെങ്കിലും ഒരു ലീഡിൽ സീരിയസ് ആയിട്ട് ഒരു റെസിസ്റ്റർ, ഒരു ലോ വാല്യൂ റെസിസ്റ്റർ, അതായത് 1K ഒക്കെ കൊടുത്താൽ മതി, 500 ഓം ആണെങ്കിലും മതി, ഒരു ലോ വാല്യൂ റെസിസ്റ്റർ സീരിയസ് ആയിട്ട് ഒരു ലീഡ് കണക്ട് ചെയ്തിട്ട് നമ്മൾ പവർ സപ്ലൈയിൽ നിന്നാണെങ്കിൽ സപ്ലൈ കൊടുക്കാവുള്ളൂ. കാരണം പവർ സപ്ലൈക്ക് കറണ്ട് റേറ്റിംഗ് കൂടുതലായിരിക്കും. ഒരു 1.5ൻ്റെ ബാറ്ററി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പെൻ ടോർച്ചിൻ്റെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അധികം കറണ്ട് വരില്ല. അപ്പോൾ LED സേഫ് ആയിരിക്കും. പവർ സപ്ലൈയിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ റെസിസ്റ്റർ ഇട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അങ്ങനെ റെസിസ്റ്റർ ഇട്ട് LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LEDക്ക് ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. ഇപ്പം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന അനലോഗ് മൾട്ടിമീറ്ററാണ്. അനലോഗ് മൾട്ടിമീറ്ററിൽ ഡിസ്പ്ലേ എല്ലാം ഇതുകൊണ്ട് ഇവിടെ ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിൽ വെച്ചാണ് പോകുന്നത്. ഈ മൾട്ടിമീറ്ററിലും AC വോൾട്ട്, DC വോൾട്ട്, DC മില്ലി ആംപിയർ, റെസിസ്റ്റൻസ്, പിന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ബസർ പോയിൻറ്റും ഉണ്ട്. അപ്പം ഞാൻ റെസിസ്റ്റൻസിലിട്ടാണ് ഇതിൽ കപ്പാസിറ്റർ മെഷർ ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യല്ല ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്, അതിൻ്റെ ചാർജിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള. കപ്പാസിറ്ററിലെല്ലാം അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈ മീറ്ററിൻ്റെ ഈ നീഡിൽ മൂവ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്ത് അതിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കയറിയിട്ട് ഡിസ്ചാർജ് ചെയ്യും. കുറച്ച് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നീഡിൽ ഇങ്ങനെ കയറുക, കുറച്ച് താഴോട്ട് പോരുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എന്നാൽ കംപ്ലീറ്റ് സീറോ ആവുകയില്ല. അപ്പോൾ ചാർജിങ് ഡിസ്ചാർജിങ് ഉണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ നല്ലതാണെന്ന് പറയാം. ഇനി നമുക്ക് കുറച്ചുകൂടെ വേറൊരു വാല്യൂ ഉള്ളത് നോക്കാം. അപ്പം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ച് അതിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് കൂടുതൽ കാണിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ വെക്കുമ്പം മീറ്ററിൻ്റെ നീഡിൽ ഇവിടം വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തിരിച്ച് പോയി ഈ കുറച്ച് ഒരു മാറിയിട്ട് റിവേഴ്സ് പോകുന്നുണ്ട്. ആ റിവേഴ്സ് പോകുന്നതാണ് അതിൻ്റെ ഡിസ്ചാർജ്. നമ്മൾ ഇതിൽ നിന്ന് മീറ്ററിനൊരു ബാറ്ററി ഉണ്ട്. ആ മീറ്ററിൻ്റെ ബാറ്ററി വോൾട്ടേജ് എടുത്താണ് ഇത് ചാർജിങ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഒരു പൊസിഷനിലേക്ക് കുറച്ച് കഴിഞ്ഞ് വന്നേക്കും. ചാർജിങ് ഡിസ്ചാർജിങ് ഉണ്ടോ എന്നാണ് കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു അനലോഗ് മൾട്ടിമീറ്ററും ഇപ്പോൾ കണ്ടു കഴിയും. അനലോഗ് മൾട്ടിമീറ്റർ ആയിരുന്നു നമ്മൾ ആദ്യമേയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആണ്. അതുകൊണ്ട് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആകുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷേ കൂടുതൽ ആക്യുറസി ഉള്ളത് ഇപ്പോഴും പഴയ അനലോഗ് മീറ്ററിനാണ്. ഇതിന് ലൈഫ് കൂടുതലും കേട്ടോ, കുറേ കാലം നമുക്ക് കേടാകാതെ വർക്ക് ചെയ്യും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പമുണ്ടെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ ലൈഫ് കിട്ടുന്നത് അനലോഗിനാണ്, ഡിജിറ്റലിനല്ല.